ഇവിടെ ഹരിദാസൻ മാഷ് ആമുഖമായിട്ട് സൂചിപ്പിച്ചതുപോലെ അകലങ്ങൾ എന്ന ഈ പുസ്തകം പല ദിശകളുള്ള, പല മാനങ്ങളുള്ള, പല തലങ്ങളിൽ നമുക്ക് അപഗ്രഥിക്കാൻ കഴിയുന്ന ഒരു സവിശേഷതയാർന്ന നോവൽ ശില്പം എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. ഇതൊരു നറേറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് തോന്നുന്നു അല്ലേ, വിവരണാത്മകമായ ഒരു കൃതിയാണ്. നറേറ്റീവ് ആണ്. എല്ലാ നോവലും ഒരർത്ഥത്തിൽ നറേറ്റീവ് ആണ് എങ്കിലും ഇത് സവിശേഷമായും അങ്ങനെ നിൽക്കുന്നു. കഥയുടെ ഉൾപ്പിരിവുകൾ ഇല്ല എന്നല്ല, പക്ഷെ സമാന്തരമായി ഒഴുകുന്ന നദികൾ പോലെ ഈ കഥകൾ അങ്ങനെ പ്രവഹിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വായനയ്ക്ക് അല്പം ഒന്ന് ഒരു സൂക്ഷ്മത ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് പല വഴിക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ച് കൊണ്ടുപോകും. ഏറ്റവും പ്രധാനമായ കാര്യം ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത് തന്നെയാണ്, അകലങ്ങൾ. അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ജീവിക്കുന്ന ഭൂമികയിൽ, നാം ജീവിക്കുന്ന കാലത്ത് ഒക്കെ അകലങ്ങൾ ഏറി വരുന്നു. ബന്ധങ്ങൾ മുറിയുന്നു, ബന്ധുക്കൾ അകന്ന് പോകുന്നു എന്ന അവസ്ഥാന്തരം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു. നമ്മുടെ കുട്ടികൾക്കോ ദേശാടന പക്ഷികൾ ഏറി വരുന്ന ഒരു കാലം. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ മനോഹരൻ, ഉള്ളൂർ വി മനോഹരൻ ഇങ്ങനെ നമ്മുടെ ഇടയിൽ വളരുന്ന പലതരം ഭൂമികകളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് പറയുകയാണ്. അവർ ഒറ്റയ്ക്ക് നടക്കുക. ചാക്കയിലെ പ്രമുഖ മാർബിൾ വ്യാപാരിയായ സൂര്യദേവന്റെ ഒറ്റപ്പെട്ട ജീവിതമാണ് ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് നാം വായിച്ച് എടുക്കുന്നത്. അതിനിടയാക്കിയ സാഹചര്യം ഒക്കെ പുസ്തകം വായിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അശ്വതിയും മകൾ അമൃതയും കൊല്ലപ്പെട്ടത് എന്നൊക്കെ പുസ്തകത്തിൽ നല്ല ഭംഗിയായി ശ്രീ മനോഹരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഏകാഗിയായിത്തീരുന്ന ഈ സൂര്യദേവനെ സംബന്ധിച്ചിടത്തോളം അത് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ അല്ലേ, വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ എത്ര ദുസ്സഹമാണ് അത് എന്ന് ചെറുപ്പക്കാർക്കാർക്കും മനസ്സിലാകത്തില്ല. പ്രായമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്സാഹ നിമിഷങ്ങൾ കുറഞ്ഞ് കർമ്മമേഖലകൾ ചുരുങ്ങി പലപ്പോഴും നമ്മൾ ഏകാന്ത പഥികന്മാരായി മാറുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, സൂര്യദേവന്റെ ഭാര്യയുടെയും മകളുടെയും മരണം, അതിൻ്റെ അന്വേഷണം ഈ നോവലിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ആ ത്രെഡ്, ആ ധാര എന്ന് പറയുന്നത് കുറ്റാന്വേഷണ നോവലിൻ്റെ ഒരു ധാരയായിട്ട് മാറുകയാണ് അത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സൂര്യദേവന്റെ പ്രഭാത നടത്തം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിരം കാഴ്ചയാണല്ലോ. രാവിലെ വൈകിട്ടൊക്കെ മോർണിംഗ് വാക്ക് നമ്മൾ പറയുന്നു. ആ നടത്തത്തിനിടയിൽ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളുണ്ട്. മാനസികമായിട്ട് ഏതാണ്ട് സമഭാവന പുലർത്തുന്ന ആളുകൾ, മഹാദേവനെ പോലുള്ള, കോശി ഡോക്ടറെ പോലുള്ള, അതുപോലെ റിട്ടയർ ചെയ്ത മറ്റ് പല സുഹൃത്തുക്കൾ, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ കുടിപാർപ്പിക്കുന്ന റിട്ടയർമെന്റ് ഹോമുകൾ സന്ദർശിക്കുന്നു. പിന്നെ താൻ ജനിച്ചു വളർന്ന ആദിനാട് എന്ന ഗ്രാമത്തെക്കുറിച്ച് പറയുന്നു. അത് ആവിഷ്കരിക്കുമ്പോൾ ശ്രീ മനോഹരൻ നമ്മൾ ഗ്രാമീണ വ്യവസ്ഥയുടെ മനോഹരമായ ചില ഭാവങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ ഒരു കാലത്ത് പുലർന്നിരുന്ന മന്ത്രവാദം പോലുള്ള, അല്ലെങ്കിൽ നാടൻ മരുന്നുകളുടെ പ്രയോഗം പോലുള്ള കാര്യങ്ങളൊക്കെ. ഗ്രാമചന്ത എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ആർക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പുതിയ തലമുറ ഗ്രാമചന്ത എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? സിനിമാ പാട്ടിൽ ഗ്രാമചന്ത വിരിയും നേരം എന്നൊക്കെ പാട്ട് പാടിയാൽ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗ്രാമചന്ത എന്നുള്ളത് ഇല്ല, ഇപ്പോൾ ഇല്ല. നമുക്ക് അത്തരം ഒരു സങ്കല്പം പോയി, ഒരു ചന്ത എന്നുള്ള സങ്കല്പം പോയി.
ഗ്രാമത്തിലെ ചെറിയ ഒന്നും വേണ്ട. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നാട്ടിൻപുറത്തുള്ള കവലയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് എന്നുണ്ടായിരുന്നു. ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു മുതിർന്ന ആളുകൾ ഡാഷ് ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ്. ഇപ്പോൾ ഉണ്ടോ അത്? ഇപ്പം ഇല്ല. അതൊക്കെ പോയി. ആ കാലമൊക്കെ പോയി. അപ്പം അതൊക്കെ വേറെ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നർത്ഥം. പിന്നെ സൂര്യകിരണിൻ്റെ അച്ഛൻ വിട്ടുകൊടുത്ത സ്ഥലത്ത് ഉയർന്ന നെയ്യാർ ഡാമിനെ ആ ഒരു അവസ്ഥാവിശേഷ വിവരണങ്ങൾ, കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ ഇല്ലേ, പാച്ചി, ശംഭു, കന്നി, മല്ലി തുടങ്ങിയ മല്ലിയുടെ പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥകൾ, ഇങ്ങനെ എത്ര മനോഹരമായ അവസ്ഥകളാണ്. മല്ലിയുടെ അച്ഛൻ, അതിൻ്റെ ഒരു കഥ വേറൊരു തരത്തിലേക്ക് ആരംഭിച്ചെടുക്കാവുന്നതാണ്. മല്ലിയുടെ അച്ഛൻ ശ്രീകുമാർ MLA ആണ്. പാവപ്പെട്ട മനുഷ്യരെ അടിച്ചമർത്തി ചവിട്ടി മെതിച്ച് അവരുടെ പുറത്ത് ചവിട്ടി നിന്നുകൊണ്ട് അധികാരത്തിലേക്ക് ഉയരുന്ന ആളുകളുടെ കഥകളൊക്കെ മല്ലിയുടെ അച്ഛൻ MLA ശ്രീകുമാർ ആണെന്നുള്ള കണ്ടെത്തൽ ഒക്കെ ഇതിനകത്ത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നു. നല്ല വായന അനുഭവം പകർന്നുകൊണ്ട് നമുക്ക് കിട്ടുന്നു. ദളിതരെ ചൂഷണം ചെയ്യുന്ന, പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന, ഇപ്പോഴും പുലരുന്ന അവസ്ഥയെക്കുറിച്ച് പറയാം. അപ്പോൾ ഒറ്റപ്പെട്ട മനുഷ്യർ, അവർക്കിടയിൽ പുലരുന്ന ഏകാന്തത, ജീവിതം പൊയ്പോയി എന്ന വേദന ജനിപ്പിക്കുന്ന ദുഃഖാനുഭവങ്ങൾ ഒക്കെ കോറിയിടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങനെ വ്യക്തിപരമായ ഏകാകിതയുടെ തീവ്രത അനുഭവിക്കുന്ന, സമൂഹത്തിൽ അകലങ്ങൾ ഏറി വരുന്ന ഒരു കാലത്തിൻ്റെ കഥ നല്ല ഭംഗിയായി നിർമ്മിച്ച് ആകർഷകമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്കരനായ ഉള്ളൂർ വി മനോഹരൻ എന്നുള്ളത് കൊണ്ട് നന്നായിട്ട് നല്ല പ്രത്യേക കെട്ടിടമൊക്കെ വെക്കുമ്പോഴേ ഞാൻ വീട് വെച്ചപ്പോൾ ഓർക്കുന്നത്, ഇഷ്ടിക പ്രത്യേകമായിട്ട് ചൂള ചെന്ന് ഒരു പ്രത്യേക വീതിയും നീളവും ഉൾക്കനവും ഉള്ള നല്ല കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തിയിരുത്തി ഇഷ്ടിക വേണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി ആ ചൂളയിൽ പോയി പ്രത്യേകിച്ച് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് കൊണ്ടുവന്ന് വീട് വെച്ചതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് പോലെ ഓരോ ഇഷ്ടികയും കൃത്യമായി എടുത്ത് വെച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ശില്പം പോലെ, അല്ലെങ്കിൽ ഒരു ഗോപുരം പോലെ ഈ നോവൽ ശില്പം, ഈ നോവൽ ഗോപുരം ഉയർത്തുകയാണ്. നല്ല ഓരോ കല്ലും അറിയാം. ശ്രീ മനോഹരന് ഈ നോവലിലെ ഓരോ കഥാപാത്രം, ഓരോ സന്ദർഭം, അവരുടെ ജീവിത രീതികളുടെ ഓരോ പ്രത്യേക അന്തരീക്ഷം ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി, അതായത് നമ്മുടെ നോവൽ ശില്പം ആണ് എന്ന് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ല കഥാശില്പം, വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ, ചതുരമായ സംഭാഷണ രീതി, ആസ്വാദ്യതരമായ അനുഭവങ്ങളുടെ ആവിഷ്കാരം. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് ഒരു നോവലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആഹ്ലാദത്തിന് മറ്റെന്ത് വേണം എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ അത് മനോഹരമായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് കുമാർ നമുക്ക് അതിഭംഗിയായി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പരിധി ബുക്സിലൂടെ. ഞാൻ പ്രിയപ്പെട്ട ഉള്ളൂർ മനോഹരനെ ഹൃദയാഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ രാജീവ് കുമാറിന് എൻ്റെ സ്നേഹാന്വേഷണം. ഈ പുസ്തകത്തിന് പിന്നിൽ അല്ലേ ടീച്ചർ ഇങ്ങനെ ഒരു ശക്തിയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ടീച്ചറിനെ എത്രയോ മുമ്പേ അറിയാവുന്ന ഒരു മാന്യ മഹതിയാണ്, അമ്മയാണ് ടീച്ചർ. ആ പുസ്തകം നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ ദേഹലച്ച് താമസിച്ചാവുന്നെങ്കിലും ആ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കൊണ്ട് പറയുകയാണ്. ഇതേടെ വണ്ടി കേടായി അത് വെച്ച്, അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞ് ഞാൻ വിളിച്ചൊന്നു പറയാം. ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ഒലീന ടീച്ചറിനെ നിങ്ങളെല്ലാം അനുഗ്രഹത്തോടു കൂടി നൽകി പ്രകാശിപ്പിക്കുന്നതായി അറിയിക്കുന്നു. എൻ്റെ സംഭാഷണം